ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മംഗളവാർത്ത കാലത്തിൽ തുടങ്ങി പള്ളിക്കുദാശ കാലത്തിൽ അവസാനിക്കുന്ന സഭയുടെ ആരാധനക്രമ മത്സരത്തിൻ്റെ അവസാനത്തെ ഞായറാഴ്ചകളിലേക്ക് നാം എത്തുകയാണ്. അടുത്ത ഞായറാഴ്ച ക്രിസ്തുരാജൻ്റെ രാജ്യത്ത് തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് ഈ കാലഘട്ടം അവസാനിക്കുമ്പോൾ ഇന്നത്തെ ഞായറാഴ്ച സഭ നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവം എന്നും മനുഷ്യനോട് ചേർന്നിരിക്കുവാൻ ആഗ്രഹിക്കുന്നവനാണ്. ദൈവത്തിൽ നാം എല്ലാവരും ഒന്നായി തീരുന്നവരാണ്. തിരുസഭയും യേശുനാഥനും ഒന്നാണ്. യേശുനാഥൻ്റെ ദൗത്യങ്ങൾ ഇനി തുടരേണ്ടത് സഭയിലൂടെയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം കൂടെ വസിക്കുന്ന ഒരു ജനമാണ് നാം എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കും. ദൈവത്തിൻ്റെ ജീവിക്കുന്ന ആലയങ്ങളാണ് നാം ഓരോരുത്തരും എന്നുള്ള തിരിച്ചറിവ് കൂടുതൽ വിശുദ്ധിയിൽ സന്തോഷത്തിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് കരുത്ത് പകരും. ദൈവം തൻ്റെ പ്രിയപ്പെട്ട ജനത്തെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ സംഖ്യയുടെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവം ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ സദാസമയവും യാത്ര ചെയ്യുവാനായിട്ട് തയ്യാറാകുകയാണ്. രാത്രിയിൽ അഗ്നിയായും പകൽ മേഘസ്തംഭവുമായി അവിടുന്ന് ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ യാത്ര ചെയ്യും. ആപത്തിൽ തുണയായി, ജീവിതത്തിലെ കരുത്തായി, സന്തോഷമായി, സമാധാനമായി ദൈവം ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ വസിച്ചതുപോലെ അവിടുത്തെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും കൂടെ അവിടുന്ന് ഉണ്ടായിരിക്കുമെന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് നൽകുകയാണ്. തുടർന്ന് രണ്ടാമത്തെ വായനയിൽ നാം മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹം എന്നും നമ്മളോട് കൂടെ നിലനിൽക്കുന്നതാണ്. എസെക്കിയേലിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എങ്കിലും എനിക്ക് നിന്നോടുള്ള സ്നേഹം അത് അചഞ്ചലമായി എന്നും നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇത്രയേറെ നമുക്ക് ഉറപ്പ് തരുന്ന മറ്റാരാണുള്ളത്? ആ ദൈവസ്നേഹത്തിൽ ഇന്നും ജീവിക്കുവാനായി നമുക്ക് പരിശ്രമിക്കാം. സുവിശേഷത്തിലേക്ക് നാം എത്തുമ്പോൾ ഈശോനാഥൻ ഇസ്രായേൽ ജനത്തിന് പുതിയ ഒരു ദിശാബോധം നൽകുകയാണ്. ഈശോയുടെ ദേവാലയ ശുദ്ധീകരണമാണ് നമ്മൾ കാണുന്നത്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള യഹൂദജനം പെസഹ തിരുനാൾ ആഘോഷിക്കുന്നതിന് വേണ്ടി ജെറുസലേം ദേവാലയത്തിലേക്ക് എത്തുകയാണ്. ആ ഇസ്രായേൽ ജനത്തിന് സഹായം നൽകുന്നതിന് വേണ്ടി ആരംഭിച്ച കച്ചവടങ്ങൾ ആ ദേവാലയത്തിൻ്റെ ശുദ്ധതയെ തകർക്കുമ്പോൾ ദൈവത്തിൻ്റെ ആലയത്തെപ്പറ്റിയുള്ള തീഷ്ണത കൊണ്ട് ഈശോനാഥൻ ആ തെറ്റായ മാർഗങ്ങളെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കുകയാണ്. എന്നിട്ട് ഈശോ ഒരു പ്രസ്താവന നടത്തുന്നു, ഈ ദേവാലയവും ഞാനും ഒന്നാണ്. അന്ന് വരെ ജെറുസലേമിലെ ദേവാലയത്തെ കേന്ദ്രീകരിച്ച് ജീവിച്ചിരുന്ന ഓരോ ജനതയും ഇനി ജെറുസലേം ദേവാലയത്തിനെ അല്ല ആശ്രയിക്കേണ്ടത്, അതിന് പകരമായി ഈശോയെ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് അടുക്കണം. ജെറുസലേം ദേവാലയം വഴി ദൈവത്തെ ആരാധിച്ചിരുന്ന ജനസമൂഹത്തോട് പറയുകയാണ്, ഈ ദേവാലയവും ഞാനും ഒന്നാണ്. ദൈവം വസിക്കുന്ന ഇടമാണ് ദൈവത്തിൻ്റെ ആലയം. ഇനി മുതൽ നിങ്ങൾക്ക് രക്ഷ ലഭിക്കുന്നത് കുരിശിൽ ഉയർത്തപ്പെടുന്ന, മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുന്ന യേശു മിശിഹായിലൂടെയാണ്.
പ്രിയപ്പെട്ടവരെ, മിശിഹായിലൂടെ നൽകപ്പെടുന്ന രക്ഷ സ്വീകരിക്കുവാനായി, ആ രക്ഷ നമ്മുടെ ജീവിതത്തിൽ നിരന്തരം കാത്തു സൂക്ഷിക്കുവാനായി നമുക്ക് പരിശ്രമിക്കാം. ഈശോ പറയുന്നത് പോലെ, ഞാൻ എൻ്റെ പിതാവിൻ്റെ പക്കൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങൾ നിങ്ങൾക്കായി നൽകുമെന്നാണ് അവിടുന്ന് പറയുന്നത്. ആ പിതാവിൻ്റെ പക്കൽ നിന്ന് ഈശോ നമുക്കായി നൽകുന്ന അനുഗ്രഹങ്ങൾ അത് ഏറ്റവും നന്നായി സ്വീകരിക്കുവാനും ജീവിതത്തിൽ കാത്തുപരിപാലിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. ദേവാലയ ശുദ്ധീകരണം നടന്ന ഈശോ നമുക്ക് വലിയൊരു മാതൃകയാണ്. ദേവാലയത്തിന് അനുയോജ്യമല്ലാത്തതെല്ലാം അവിടുന്ന് പുറത്താക്കിയിട്ട് ദൈവത്തിൻ്റെ ആലയത്തെ ഒരു പ്രാർത്ഥനയുടെ ആലയമാക്കി കാണണമെന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ശരീരങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും എല്ലാ ദുഷ്ടചിന്തകളും തെറ്റായ പ്രവർത്തനങ്ങളും എല്ലാം എടുത്തു മാറ്റിക്കൊണ്ട് നമ്മുടെ ശരീരത്തെയും ആത്മാവിനെയും ഒക്കെ വിശുദ്ധീകരിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം വസിക്കുന്ന ഇടങ്ങൾ ദേവാലയങ്ങളാണെങ്കിൽ നമ്മുടെ മനസ്സും ശരീരവുമൊക്കെ ദേവാലയമാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. മാമോദീസായിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ, മറ്റു കൂദാശകളിലൂടെയൊക്കെ ഈശോയെ സ്വീകരിച്ച് അവിടുത്തെ കാരുണ്യവും ചൈതന്യവും ഒക്കെ ജീവിതത്തിൽ സ്വീകരിക്കുന്ന നമുക്ക് നമ്മുടെ ശരീരമാകുന്ന ആലയത്തെ ശുദ്ധീകരിക്കാം. അതോടൊപ്പം തന്നെ എല്ലാം ഈശോയിൽ ഒന്നാകുന്നു എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കട്ടെ. ഈശോയാണ് നമ്മെ നയിക്കുന്നത്. ഈശോയുടെ കൂടെ നമ്മൾ നടക്കുമ്പോൾ വിശുദ്ധിയിലേക്ക് നമ്മൾ നടന്നെടുക്കുമെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കട്ടെ. ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ നടന്ന ദൈവമേ, ഞങ്ങളുടെ കൂടെ നടക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ അചഞ്ചലമായ സ്നേഹം എന്നും നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി അവിടുത്തോട് നമുക്ക് യാചിക്കാം. ദേവാലയത്തെ വിശുദ്ധമായി കാണുന്നത് പോലെ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും വിശുദ്ധമായി കണ്ടുകൊണ്ട് ക്രിസ്തുവിനെ ആരാധിക്കുവാനും ക്രിസ്തുവിലൂടെ രക്ഷ ലഭിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.